ബിഗ് ബോസ് മലയാളം സീസൺ 6. ജിൻഡോയ്ക്ക് ബുദ്ധിയില്ല, ജിൻഡോയ്ക്ക് കഴിവില്ല, ജിൻഡോ പറയുന്നതൊന്നും ശരിക്കും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിലുള്ള കുറേ ആൾക്കാർ, കുറേ നല്ല മാക്സിമം ഒരു 90% ആൾക്കാരും ജിൻഡോ പറയുന്നത് കേൾക്കാനോ ജിൻഡോ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ജിൻഡോ ഇഗ്നോർ ചെയ്ത് വിടുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ജിൻഡോയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലൈവ് കണ്ട ആർക്കും ജിൻഡോയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറയത്തില്ല. ജിൻഡോ അവിടുത്തെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ പുള്ളിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഒരു പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ളവർക്ക്. അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് അത് കൃത്യമായി അവിടെ ഉള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്. പക്ഷെ ഇന്ന് പ്രേക്ഷകർ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും ഇന്നത്തെ ഒരു സംഭവം. പവർ ഹൗസിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം, അഞ്ചാമതൊരാളെ, നിഷാന എന്ന് പറയുന്ന അഞ്ചാമതൊരാളെ മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഒരാളെ അങ്ങോട്ട് പവർ ഹൗസിലേക്ക് ഈ രണ്ട് ടീമിലുള്ള വെളിയിൽ നിൽക്കുന്ന ടീമിലുള്ള ഒരാളെ പവർ ഹൗസിലേക്ക് കയറ്റാം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇതിൽ ഫിഫ്ത്ത് സ്ഥാനത്തേക്ക് വരുന്നവർ ഇവർ തന്നെ കൂടിയാലോചിച്ച് തീരുമാനിക്കണം. അങ്ങനെ ഫിഫ്ത്ത് സ്ഥാനത്ത് വരുന്നവർ പുറത്തു പോവുകയും മറ്റു ടീമിൽ നിന്ന് അവർ തന്നെ തീരുമാനിച്ച് ഒരാളെ ഇങ്ങോട്ട് കയറ്റുകയും വേണം, പവർ ഹൗസിലേക്ക് കയറ്റുകയും വേണം. അങ്ങനെ നിഷാന പവർ ഹൗസിന് വെളിയിലാവുകയും ഈ പവർ ഹൗസിലേക്ക് ഒരാളെ കയറ്റണം എന്നുള്ളൊരു ചർച്ച വരികയും ചെയ്തു. ആ സമയത്ത് ജാസ്മിന്റെ ടീമിലാണ് ജിൻഡോയും റസ്മിൻ ഭായിയും. റസ്മിൻ ഭായിയുടെ കാര്യം പ്രത്യേകം പറയണമെങ്കിൽ ജാസ്മിൻ വലിയൊരു സംഭവമാണെന്നാണ് പറഞ്ഞു നടക്കുന്നത്. ജാസ്മിന് ബുദ്ധിയുണ്ട്, ജാസ്മിന് സംസാരിക്കാൻ അറിയാം, ജാസ്മിന് നമ്മളെക്കാൾ നല്ല കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ് റസ്മിൻ ഭായി. ഈ റസ്മിൻ ഭായി ആണ് അവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പോയത്. ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഗെയിം കളിക്കാൻ പോയ ആളാണ്. അവിടെ ജാസ്മിനെ നമ്മളെ കൊണ്ട് ജാസ്മിനെ തടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാസ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അത് രതീഷിനോടും ജിൻഡോയോടുമാണ് അത് പ്രത്യേകം പറഞ്ഞത്. മിണ്ടരുത്, നമ്മളെക്കാൾ ബുദ്ധിയും ശക്തിയും നമ്മളെക്കാൾ നല്ല പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവെല്ലാം ഉള്ളത് ജാസ്മിനാണെന്ന്. എന്നാൽ പിന്നെ റസ്മിൻ ഭായിക്ക് ഈ വീക്കെൻഡ് അങ്ങ് ഇറങ്ങിപ്പോയാൽ പോലെ, എന്നെ കൊണ്ട് കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. എല്ലാവരും കളിക്കാൻ വരുന്നത് എല്ലാവരും അവിടെ കളിക്കാൻ പോയതാണ്. അപ്പൊ എന്നെക്കാൾ വലുത് ഇന്ന ആളാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ അവിടെ എന്ത് ഗെയിം കളിക്കാനാണ്? അതൊരു പോയിന്റ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് ജിൻഡോ ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഒരു ടാസ്കിൽ ജാസ്മിൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്നും അഭിപ്രായം പറയാൻ വിടാതെ ജാസ്മിൻ അവിടെ പോയി ആ ടാസ്കിൽ ഒറ്റയ്ക്ക് തന്നെ കളിക്കും, ഞങ്ങളെ വെച്ചുകൊണ്ട് തന്നെ, ഞങ്ങൾ അവിടെ ഇരിക്കെ തന്നെ ഞങ്ങളെ സംസാരിപ്പിക്കാതെ ജാസ്മിൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഗെയിം കളിക്കുകയും ഞങ്ങളവിടെ തോക്കുകയും ചെയ്തു. ജാസ്മിൻ ഭയങ്കര ബുദ്ധി ഇതൊക്കെ എന്ന് പറഞ്ഞു ജാസ്മിൻ വെറും വട്ടപൂജ്യമാണ് എന്ന് ജിൻഡോ അവിടെ പറഞ്ഞു. നോർമലി ചിന്തിക്കുമ്പോൾ അത് ആർക്കാണെങ്കിലും പറയാം. അത് ജിൻഡോ പറഞ്ഞത് കൊണ്ടാണ് അവിടെ ആരും അത് മുഖവരിക്കെടുത്തില്ല. പക്ഷെ അത് സിജോയോ റോക്കിയോ വല്ലോ ആയിരുന്നു അത് പറഞ്ഞിരുന്നതെങ്കിൽ അത് വലിയൊരു ചർച്ചയായേനെ. ജിൻഡോയെ പക്ഷെ ഇവിടെ സംസാരിക്കാൻ പറ്റത്തില്ല. ജിൻഡോ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. ജിൻഡോ എന്തോ പോകുന്നു എന്നുള്ള രീതിയിലാണ് ആ ഹൗസിലുള്ളവരെല്ലാം ജിൻഡോയെ കണ്ടിരിക്കുന്നത്. ജിൻഡോയെ ഒന്ന് സംസാരിക്കാൻ പോലും വിടുന്നില്ല. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ജാൻമണി സംസാരിക്കുന്നത് പലർക്കും മനസ്സിലാകത്തില്ല ചില ഇതൊക്കെ. പക്ഷെ ജാൻമണി സംസാരിക്കുമ്പോൾ ഇവർ കൃത്യമായിട്ടൊന്ന് കേൾക്കുന്നുണ്ട്. ജാൻമണിയെ പേടിയുണ്ട്, ജാൻമണി അതുപോലെ മറുപടി കൊടുക്കും. പക്ഷെ ജിൻഡോയ്ക്ക് സംസാരിക്കുമ്പോഴും ചെറിയ വിക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് എങ്ങോട്ട് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ അതിനെ കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കളിയാക്കി നോർമലി തകർക്കുക എന്നുള്ളൊരു ഇത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഉണ്ട്. പുള്ളി എന്തെങ്കിലും പറയാൻ വരുമ്പോൾ തന്നെ അതൊരു നല്ല ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ജിൻഡോ പറഞ്ഞത് ഒരു നോർമൽ ഒരാൾക്കും നോക്കിയാൽ ശരിയാണ്, വലിയ സംഭവമാണെന്ന് പോയി. ആ ഒരു പോയിന്റും കിട്ടിയില്ല, പൂജ്യമായിരുന്നു, തോക്കുകയും ചെയ്തു. അപ്പം ഞങ്ങളെ ഒന്നും സംസാരിക്കാൻ വിട്ടുമില്ല, ജാസ്മിൻ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അവിടെ ഒരു വിജയം ഉണ്ടാവുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ജിൻഡോ പറഞ്ഞത് വട്ടപൂജ്യമാണ് ജാസ്മിൻ എന്ന്. തീർച്ചയായിട്ടും ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ, നമ്മളൊരു പ്രേക്ഷകന നിലയിൽ നമ്മൾ ആരുടെയും ഫാനിസം മാറ്റി വെച്ച് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ചിന്തിച്ചാൽ ജിൻഡോ പറഞ്ഞത് ശരിയാണ്. അതാണ് ജിൻഡോ അവിടെ കൗണ്ടർ ചെയ്തത്. പക്ഷെ ജിൻഡോയുടെ കൂടെ ആരുമില്ല നിൽക്കാൻ. ജിൻഡോ റസ്മിൻ ഭായി ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ജാസ്മിൻ പവർ ഹൗസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ജിൻഡോയുടെ ഒരു പാർഷ്വാലിറ്റി അവിടെ ഉള്ളവരെല്ലാവരും കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും സംസാരിക്കാൻ അവകാശവും അധികാരവും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ കുറച്ച് പേര് വലുതായിട്ട് തർക്കിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നല്ല വാക്ചാതുര്യമുള്ളവർ മാത്രമേ അവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ജിൻഡോയെ പോലുള്ള ആളെ ആദ്യം മുതലേ ഇവർ കോമാളിയാക്കി ചിത്രീകരിക്കുകയും ജിൻഡോ എന്നൊരാൾ അവിടെ സംസാരിക്കാൻ വരുമ്പോൾ ജിൻഡോയെ കളിയാക്കുകയും ഇഗ്നോർ ചെയ്യുകയും പുള്ളി സംസാരിക്കുന്നത് മുഖവരിക്കെടുക്കാതെ വിടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് പലരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇത് ശ്രദ്ധിച്ചവർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാകും.